വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെ 3 ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്ന്, എ റൂട്ട് മാപ്പ് ഓഫ് ഹീലിംഗ്, സൗഖ്യത്തിൻ്റെ ഒരു യാത്രാ ഭൂപടമാണ്. ഇവിടെ വായിക്കുന്നു, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു എന്നാണ്. 3 കാറ്റഗറി ആണ് അവിടുത്തെ ജോഗ്രാഫി. ഒന്ന് സിറ്റിയാണ്. അത് വെൽത്തി പീപ്പിൾ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. സിറ്റിയേക്കാളും താഴെയാണ് പട്ടണവും ഗ്രാമവും, ടൗൺസ് ആൻഡ് വില്ലേജസ്. അത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നതാണ്. ടെമ്പിൾ ടാക്സ്, അല്ല റിലീജിയസ് ടാക്സ് കൊടുത്ത് തകർന്ന പാവപ്പെട്ട ആളുകൾ. ഇത് ഗലീലയെ പറ്റിയാണ്, നോർത്തേൺ ഇസ്രായേലിനെ പറ്റിയാണ് പറയുന്നത്. ലേബറേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഫിഷർ ഫ്ലോക്കാട്ടിലുള്ള ആളുകൾ, കർഷക തൊഴിലാളികൾ, ഇവർ താമസിക്കുന്ന ഇടങ്ങളിൽ ആണ് അവൻ പോകുന്നത്. അവൻ അങ്ങനെയുള്ളവിടത്ത് സൗഖ്യമായി പോയി. അങ്ങനെയുള്ളവരെ പറ്റി വിവരിച്ചിരിക്കുന്ന എന്തുവാ? അവൻ പറയുന്നു, ചിന്യവരും കുഴഞ്ഞവരുമാണ്. അതിൻ്റെ അർത്ഥം അടികിട്ടി നിലത്ത് വീണ് തലപൊക്കാൻ പറ്റാതെ കിടക്കുന്ന ആൾ, ചിന്യവരും കുഴഞ്ഞവരും. യേശു അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു എന്നാണ്. എ റൂട്ട് മാപ്പ് ഓഫ് ഹീലിംഗ്. 2, എ ഫെദർ ടച്ച് ഓഫ് ബ്രോക്കൺ ഹാർട്ട്. അവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞു, ഒരു തൂവൽ സ്പർശമായി പോയി. സ്പ്ലാങ്ങിനോസോമായി എന്നതാണ് മനസ്സലിഞ്ഞു ഓർ കമ്പാഷൻ എന്നതിൻ്റെ ഗ്രീക്ക് പദം. അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം ഉള്ളിൻ്റെ വേദന എന്നാണ്. അത് പറയുന്ന ഉൾക്കുടലിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ വേദന എന്നാണ്. നോക്കൂ, ഹൃദയം തകരുക അവരെ കണ്ടു. അതവനെ പ്രവർത്തനത്തിലേക്ക് നയിച്ചു. എ ഫെദർ ടച്ച് ഓഫ് ബ്രോക്കൺ ഹാർട്ട്. 3, എ ബ്ലൂ പ്രിന്റ് ഫോർ മിഷൻ. ദൗത്യത്തിൻ്റെ ഒരു രൂപരേഖയാണ്. യേശു പറയുന്നു, വേലക്കാർ ചുരുക്കമാണ്. ഈ ഗ്രാമങ്ങളിലേക്കും ഈ പട്ടണങ്ങളിലേക്കും വരാൻ ആളുകളില്ല. ഇങ്ങനെയുള്ളവരെ നേടണ്ടേ? യജമാനോട് അപേക്ഷിപ്പിൻ, ദൈവത്തോട് പറയാം. ഈ ദൗത്യം എന്നത് പാവപ്പെട്ടവരുടെ സമഗ്ര സൗഖ്യമാസൂത്രേ. അത് ശാരീരികവും മാനസികവും ആത്മീയമായ സൗഖ്യം. യഹൂദ മതമേധാവികൾ, റോമൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇതിന് പരാജയപ്പെട്ടപ്പോൾ യേശു ഒരു തൂവസ്പർശമായി നടന്നെടുത്തു. യേശു ഒരു യാത്രാഭൂപടമായി പോയി. യേശു ഒരു മിഷൻ ബ്ലൂ പ്രിന്റ് അവർക്ക് വേണ്ടി പ്രഖ്യാപിക്കുകയാണ്. പ്രാർത്ഥിക്കാം, കർത്താവേ, സൗഖ്യത്തിൻ്റെ സമഗ്രമായ സൗഖ്യത്തിലേക്ക് ഓരോ ദിവസവും ഞങ്ങളെ നയിക്കണമേ. ആമേൻ.